നമ്മൾ ഫോർ ടു ഇത് എത്ര പഠിച്ചാലും നമുക്ക് മനസ്സിൽ നിൽക്കില്ലാത്തതും തെറ്റിപ്പോകുന്നതുമായ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെ ഫോറും ടൂവും ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫോർ പഠിക്കാം. നമ്മൾ എപ്പോഴും പറയും ഐ ബോട്ട് എ സൽവാർ ഫോർ ഹർ. ഐ ബോട്ട് എ സൽവാർ ഫോർ ഹർ. ഞാനൊരു സൽവാർ വാങ്ങിച്ചു. ഞാൻ ബോട്ട് വാങ്ങിച്ചു, ഒരു സൽവാർ വാങ്ങിച്ചു ഫോർ ഹർ അവക്ക് വേണ്ടി. അത് നമുക്കറിയാം. ഫോർ എന്ന് പറയുന്നത് വേണ്ടി എന്നൊരു ഉപയോഗത്തിനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദിസ് മെഡിസിൻ ഈസ് ഫോർ ഹെഡേക്ക്. ഈ മെഡിസിൻ ഹെഡേക്കിനുള്ളതാണ് അല്ലെ. ദിസ് മെഡിസിൻ ഈസ് ഫോർ ഹെഡേക്ക്. ഹെഡേക്കിനുള്ളതാണ്, ഹെഡേക്കിന് വേണ്ടിയുള്ളതാണ് അല്ലെ. ഹെഡേക്ക് കുറയാൻ വേണ്ടി കഴിക്കുന്ന ഒരു മെഡിസിൻ ആണിത്. അപ്പോൾ വേണ്ടി എന്ന അർത്ഥത്തിന് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഫോർ ഉപയോഗിക്കുന്ന വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പല ആവശ്യങ്ങൾക്ക് ഫോർ ഉപയോഗിക്കും. അപ്പൊ അതിൽ ഒന്ന് നമ്മൾ പറഞ്ഞു എന്തെങ്കിലും ഒരു കാര്യം വേണ്ടി എന്ന് പറയാൻ ഉപയോഗിക്കും. അതേപോലെ നമ്മളൊരു കാര്യം ചെയ്യുന്നത് എന്തിനു വേണ്ടി, എന്തുദ്ദേശമാണ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഐ ബേക്ക്ഡ് എ കേക്ക്. ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തു. അപ്പൊ എന്നോട് ഒരാൾ ചോദിക്കുക, നീ എന്തിനാ ഇത് ബേക്ക് ചെയ്ത്, ഇത് കേക്ക് ചെയ്തതിന്റെ ഉദ്ദേശം എന്താ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മൾ പറയേണ്ട മറുപടി എന്താ? ഞാനിതൊരു പാർട്ടി, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തത്. അപ്പൊ അതെങ്ങനെയും ഞാൻ കേക്ക് ബേക്ക് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണ്? ആ പാർട്ടിക്ക്, ആ ഫംഗ്ഷന് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അല്ലെ, എൻ്റെ ലക്ഷ്യം അതാണ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഐ ബേക്ക്ഡ് എ കേക്ക് ഫോർ ദ പാർട്ടി. ഞാൻ ബേക്ക് ചെയ്തതിന്റെ ഉദ്ദേശം ആ പാർട്ടിക്കാണ്. അവിടെയും എന്താണ് അർത്ഥം? വേണ്ടി എന്നാണ് അർത്ഥം. ഐ ബേക്ക്ഡ് എ കേക്ക് ഫോർ ദ പാർട്ടി. പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ കേക്ക് ബേക്ക് ചെയ്തത്. ഐ അപ്പോളജൈസ്ഡ്. ഞാൻ ക്ഷമ ചോദിച്ചു ഫോർ എന്തിനാണ്? ലേറ്റ് ആയതിന്. ഫോർ ബീയിങ് ലേറ്റ്. അതൊരു കാരണമാണ് അല്ലെ. ഞാൻ ക്ഷമ ചോദിച്ചതിന്റെ കാരണം എന്താണ്? ഫോർ ബീയിങ് ലേറ്റ്. അവിടെ നമ്മൾ എന്തിനാണ്? ഞാൻ ക്ഷമ ചോദിച്ചത് താമസിച്ചത് കൊണ്ടാണ് ഞാൻ ക്ഷമ ചോദിച്ചത്, കാരണം പറയും അല്ലെ. ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ്. താമസിച്ച കാരണം ഞാൻ ക്ഷമ ചോദിച്ചു. ദേ താങ്ക്ഡ്. ഒരു നന്ദി പറഞ്ഞു ഫോർ ഹെർ ഹെൽപ്പ്. അവരെന്തിനാ നന്ദി പറഞ്ഞത്? ദേ താങ്ക്ഡ്. കാരണം എന്താ? അവള് സഹായിച്ചത് കൊണ്ട്. ഫോർ ഹെർ ഹെൽപ്പ്. അപ്പൊ ഫോർ എന്തിനാ ഉപയോഗിക്കുന്നത്? കാരണം പറയാൻ നമുക്ക് ഫോർ ഉപയോഗിക്കാം. ഇനി ഞാൻ മറന്നുപോയി, നമ്മളിപ്പോ പറയും സമയം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഐ വെന്റ് ഓൺ വെക്കേഷൻ ഫോർ എ വീക്ക്. ഒരാഴ്ച വെക്കേഷന് ഞങ്ങൾ ഇവിടുന്ന് പോയി. ഐ വെന്റ് ഓൺ വെക്കേഷൻ ഫോർ എ വീക്ക്. ഒരാഴ്ചത്തെ വെക്കേഷൻ ആഘോഷിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി. വെന്റ് ഓൺ വെക്കേഷൻ ഫോർ എ വീക്ക്. അതൊരു കാലമാണ് അല്ലെ. ഫോർ എ വീക്ക് ഒരു കാലമാണ്. വി വാക്ഡ് ഫോർ ആൻ അവർ. ഞങ്ങൾ നടന്നു. എത്രയാണ്? ഫോർ ആൻ അവർ. അപ്പോൾ ഫോർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ വേണ്ടി എന്നൊരു ഉപയോഗത്തിന് മാത്രമല്ല നമ്മൾ ഉപയോഗിച്ചത്. എങ്ങനെയാണ് നമ്മൾ ഉപയോഗിച്ചത്? കാരണം പറയാൻ ഉപയോഗിച്ചു, ഒരു ഉദ്ദേശം പറയാൻ വേണ്ടി ഉപയോഗിച്ചു അല്ലെ. കാരണത്തിന് വേണ്ടി ഉദ്ദേശിച്ചു, ഉദ്ദേശം പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശം പറയാൻ വേണ്ടി ഉപയോഗിച്ചു, വേണ്ടി എന്ന് പറയാൻ ഉപയോഗിച്ചു, പിന്നെ ഒരു സമയം പറയാൻ ഉപയോഗിക്കാം. ഇതിനെല്ലാം ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഐ ബോട്ട് എ ചുരിദാർ ഫോർ ഹർ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഐ വാക്ക്ഡ് ഫോർ an hour എന്നാണ് പറഞ്ഞത്. ഐ അപ്പോളജൈസ്ഡ് ഫോർ ഹർ എന്നാണ് പറഞ്ഞത്. കാര്യം എന്താണ്? ഇതെല്ലാം നിങ്ങൾ നോക്കൂ, നമ്മൾ എന്താ ഉപയോഗിച്ചത്? ഫോർ കഴിഞ്ഞിട്ട് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് നൗൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് കേൾക്കുന്നവർ ഇപ്പൊ ചോദിക്കും, ഇപ്പോ ഞാൻ പറയാണ് ഐ വെന്റ് ഫോർ എ വാക്ക്. വാക്കൊരു വേർബ് അല്ലേ, ഫോർ കഴിഞ്ഞിട്ട് അപ്പൊ നൗൺ അല്ലല്ലോ ഉപയോഗിച്ചേ എന്ന് കുറേയൊക്കെ ഇംഗ്ലീഷ് കേൾക്കുന്നവർക്ക് ഇപ്പൊ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഐ വെന്റ് ഫോർ എ വാക്ക്. ഐ വെന്റ് ഫോർ എ സ്വിം. ഐ വെന്റ് ഫോർ എ ഡ്രൈവ്. ഐ വെന്റ് ഫോർ എ റൺ. അപ്പൊ ഇതൊക്കെ എന്താണ്?
റണ്ണ്, ഡ്രൈവ്, സ്വിമ്മ് ഇതൊക്കെ എന്താണ്? വേർബാണ്. ഞാൻ പറഞ്ഞു ഫോർ കഴിഞ്ഞിട്ട് വേർബ് വരരുത്, നൗൺ ആണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, എ സിം എന്നാണ് ഞാൻ പറഞ്ഞത്, എ റൺ എന്നാണ് ഞാൻ പറഞ്ഞത്, വോക്ക് എന്നാണ് പറഞ്ഞത്. ഇത് ഒരു നാമമായിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ കണക്ക് കൂട്ടുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ പറയേണ്ടത്, ഐ വെന്റ് ഫോർ എ വാക്ക്. എ വാക്ക് അത് നമ്മൾ നാമമായിട്ടാണ് കൂട്ടുന്നത്, നൗൺ ആയിട്ട്. ഐ വെന്റ് ഫോർ എ റൺ. എ റൺ ഇറ്റ്സ് എ നൗൺ. അപ്പൊ അത് ഓർത്ത് വെക്കുക. അത് ഈ ഒരു സെന്റൻസിൽ വേർബായിട്ടല്ല, അത് നൗൺ ആയിട്ടാണ് അവിടെ പ്ലേ ചെയ്യുന്നത്. വേർബിന്റെ ഫോറിന്റെ കാര്യം പിടുത്തം കിട്ടിയോ? ഇനി ലെറ്റ്സ് മൂവ് ടു ടു. നമുക്ക് ടൂവിലേക്ക് പോവാം. ടൂവിന്റെ ഉപയോഗം നമുക്കറിയാം. ലേക്ക്, നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് നമുക്ക് ടു ആണ് ഉപയോഗിക്കേണ്ടതെന്നറിയാം. ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ. ടു ദ സ്റ്റോർ, സ്റ്റോറിലേക്ക് ഞാൻ പോകുവാണ്. ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ. ഐ ആം ഗോയിങ് ഫോർ ദ സ്റ്റോർ എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒരു കാരണമില്ല, അവിടെ ഒരു ഉദ്ദേശമില്ല, അവിടെ ഒരു എന്താ പറയുക ഫോർ വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ലേക്ക്, സ്റ്റോറിലേക്ക്, ഐ ആം ഗോയിങ് ടു ദ സ്റ്റോർ, സ്റ്റോർ കടയിലേക്ക് ഞാൻ പോകുവാണ്. ഐ വെന്റ് ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്ക് പോയി ഇന്നലെ. അപ്പൊ അവിടെ നമ്മൾ ടു ആണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഞാൻ പറയാണ്, I want to learn English. I want to learn English. I want to learning English എന്നല്ല, I want to learn English. To കഴിഞ്ഞിട്ട് verb infinitive, വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ ഫസ്റ്റ് ഫോം വേർബിന്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ടു ആ, ഫോർ അല്ല കൊടുക്കേണ്ടത്. I need to study. എനിക്ക് അത്യാവശ്യമാണ് പഠിക്കണം. അത് നമ്മൾ നീഡ് ടു സ്റ്റഡി, നീഡ് ഫോർ സ്റ്റഡി എന്നല്ല പറഞ്ഞത്. കാര്യം എന്താണ്? നമ്മൾ അവിടെ സ്റ്റഡിയും ലേണും ഒക്കെ എന്താണ്? വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വേർബിന്റെ ഫസ്റ്റ് ഫോം വരണമെങ്കിൽ അത് നമുക്കറിയാം, വേർബ് ഇൻഫിനിറ്റീവ്. അവിടെ ടു ചേർക്കാതെ പറ്റത്തില്ല. അപ്പൊ ടു കഴിഞ്ഞാൽ വേർബ് ഇൻഫിനിറ്റീവ്. ഇനി നമ്മൾ പറയും ഫ്രം ഹിയർ ടു ദെയർ, അല്ലെ? ഇവിടുന്ന് തുടങ്ങി അവിടം വരെ എന്നൊരർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കും. അത് നമുക്കറിയാം, ഫ്രം ഹിയർ ടു ദെയർ, ഇവിടം മുതൽ അവിടം വരെ, ആ ഒരു വ്യത്യാസവും നമുക്കറിയാം. ഹി സ്പോക്ക് ടു ദ മാനേജർ. മാനേജറിനോട് സംസാരിച്ചു. ഹി സ്പോക്ക് ഫോർ ദ മാനേജർ അല്ല, ഹി സ്പോക്ക് ടു ദ മാനേജർ. മാനേജർ, നമ്മുടെ ലക്ഷ്യം എന്താണ്? മാനേജറിനോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹി സ്പോക്ക് ടു ദ മാനേജർ. അപ്പൊ നമ്മുടെ ലക്ഷ്യമാണ് അത്. ഫോർ എന്താണ്? കാരണമാണ്. അത് നമ്മുടെ മനസ്സിൽ പറയണം. ഫോർ എന്താണ്? കാരണമാണ്. ടു എന്താണ്? ലക്ഷ്യമാണ്. അപ്പൊ ഐ വെന്റ് ഫോർ എ വാക്ക്. ഐ വെന്റ് ടു വാക്ക് എന്ന് പറയാമോ? ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചില്ലേ? ഐ വെന്റ് ഫോർ എ വാക്ക് എന്ന് നമ്മൾ പറഞ്ഞാൽ പിന്നെ ഐ വെന്റ് ടു വാക്ക് എന്നും പറയത്തില്ലേ? കാരണം ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞു ടു കഴിഞ്ഞാൽ നമുക്ക് വേർബ് ഇൻഫിനിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാമെന്ന്. അങ്ങനെ പറയത്തില്ല എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഐ വെന്റ് ഫോർ എ വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നടക്കാൻ പോയി, നമുക്ക് മനസ്സിലായി. ഐ വെന്റ് ടു വാക്ക് എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും പറയണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഐ വെന്റ് ടു ദ പൂൾ ടു സ്വിം. ഞാൻ പറഞ്ഞില്ലേ, ടു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യം വേണം. ഐ വെന്റ് ടു സ്വിം, ലക്ഷ്യമുണ്ടോ? ഇല്ല, ലേക്ക് പോകണം. ഐ വെന്റ് ടു ദ പൂൾ, പൂളിലേക്ക് പോയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത്? വേർബ് ടു ഇൻഫിനിറ്റി കൊടുത്തു, ചേസ് ചെയ്യാം. കാരണം ടു എന്താണ്? ലക്ഷ്യമാണ്. ഐ വെന്റ് ടു പൂൾ, പൂളിലേക്ക് ഞാൻ പോയി. എന്തിനു വേണ്ടി? ടു സ്വിം. അപ്പോ എന്തിനു വേണ്ടി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഫോർ സ്വിം എന്ന് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താണ്? ഫോർ പറയുമ്പോ കാരണം വേണം, അല്ലെ? അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഫോർ എന്ന് പറയുന്നത് കാരണത്തിനും ടു എന്ന് പറയുന്നത് ലക്ഷ്യത്തിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് അങ്ങോട്ട് മനസ്സിൽ പതിയട്ടെ. ഫോർ എന്ന് പറയുന്നത് കാരണത്തിനും
ടു എന്ന് പറയുന്നത് ലക്ഷ്യത്തിനുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ ഒരിക്കലും ഫോറും ടൂവും തമ്മിൽ തെറ്റിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാൻ 2 സെൻറ്റൻസ് പറയാവേ. അവന് മ്യൂസിക്കിൽ നല്ല കഴിവുണ്ട്. അവന് മ്യൂസിക്കിൽ നല്ല കഴിവുണ്ട്. ഈ റെസിപ്പി കേക്കിനുള്ളതാണ്. ഈ റെസിപ്പി കേക്കിനുള്ളത്. ഇത് രണ്ടും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് ഇംഗ്ലീഷിലാക്കി എഴുതുക. ഈ ഫോറും ടൂവും ഇനി തെറ്റിപ്പോയാൽ നിങ്ങൾ മനസ്സിലാക്കുക. കുറെ കേട്ട് കഴിയുമ്പോഴല്ലേ നമുക്ക്, പക്ഷെ സെൻറ്റൻസ് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഇത് കേക്ക് നോട്ടിന് പെട്ടെന്ന് എഴുതി ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളൊക്കെ ഒരിക്കലും ഫോറും ടൂവും തമ്മിൽ തെറ്റിപ്പോയല്ലോ. 4 കാരണം, 2 ലക്ഷ്യം. ഇത് ഓർത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കുട്ടികളുടെ പരീക്ഷയൊക്കെ നടക്കുന്നതുകൊണ്ട് പേരൻസ് ഒക്കെ വിഷമത്തിലും ആവലാതിയിലും ഒക്കെ ആയിരിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടികൾ സമാധാനത്തിൽ പഠിച്ചോട്, സമാധാനത്തിൽ പോയി അവർ എഴുതിയിട്ട് വന്നോളൂ. നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തായിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്. ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ നിന്നും കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത് വേറെ ഒരു കാര്യത്തിൽ നിന്നും കിട്ടുന്നതല്ല. അത് എനിക്ക് അനുഭവമുള്ളതാണ്. ഞാൻ വളരെയധികം ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് എല്ലാവരും മക്കളെ സമാധാനത്തോടെ വരിക. അവർ പഠിച്ചോളൂ കേട്ടോ. അവർ എഴുതിക്കോളും, അവർ പാസ്സായിക്കോളും. നമ്മുടെ മക്കളല്ലേ, അവർ നമ്മളങ്ങ് വിശ്വസിക്കുക, അവർ പാസ്സായിക്കോളും. ടെൻഷനൊന്നും വേണ്ട. ഇനി പാസ്സായില്ലെങ്കിലും അതിനെക്കുറിച്ച് വേണ്ട. നമുക്ക് നമ്മുടെ മക്കളാണ് വലുത്, മാർക്കല്ല വലുത്, അല്ലേ? മക്കളാണ് നമുക്ക് എന്നും മക്കളെയാണ് വേണ്ടത്. നമ്മുടെ വലുതും എടുത്തും നിന്ന് നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മുടെ മക്കളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.